ഋഷികേശിലെ ഗംഗ നദിയിലുള്ള ആരതിയാണ് കേട്ടോ ഇത്. ഗംഗ നദിക്ക് മുകളിലുള്ള ജാനകി ചൂല എന്ന് പറഞ്ഞ പാലാണത് ഋഷികേശിൽ. ഹരിദ്വാറിലാണ് കേട്ടോ, ഹരിദ്വാറിൽ ഗംഗാ നദിയാണ്. ഇവിടെയായിരുന്നു കഴിഞ്ഞ തവണ കുംഭമേള നടന്നത്. മരിച്ച ആളുകൾ ഇങ്ങനെ നിരനിരയായിട്ട് വെച്ച് ദഹിപ്പിക്കുന്ന സീനാണ്. ये पूरा हो गया है क्या? ये होने वाला है. हाँ हाँ. कितने घंटे लगेगा ये कंप्लीट जलने के लिए? വെൽക്കം ബാക്ക്. അൻവറാണ്. നമ്മളിപ്പോൾ ഉള്ള ഹരിദ്വാറിലാണ്. രാവിലെ റൂർക്കിയിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ്. ഋഷികേശിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഹരിദ്വാറിലെ കാഴ്ചകളാണ്. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ നിന്നാണ് കേട്ടോ. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ വന്നത് എൻ്റെ മോളുടെ ഒരു കോമ്പറ്റീഷനായിട്ട് ബന്ധപ്പെട്ടാണ്. നാഷണൽ ലെവൽ ടേബിൾ ടെന്നീസ് കോമ്പറ്റീഷൻ ഇവിടെ ആയിരുന്നു നടന്നിരുന്നത്. അവരുടെ ടീം അംഗങ്ങളാണത്. അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പുറത്ത് തന്നെ ഒരു പഴയ കാല റെയിൽവേ എഞ്ചിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളതൊക്കെ കണ്ട് അവിടെ കളിക്കാൻ വിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. ഈ റൂർക്കി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ ഒരു IIT ആണ്, IIT റൂർക്കി. അതിൻ്റെ ജസ്റ്റ് ഗേറ്റിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്. നമ്മൾ നേരെ ഹരിദ്വാറിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴി യമുനോത്രിക്കും ഗംഗോത്രിക്കും ഒക്കെയുള്ള കിലോമീറ്ററൊക്കെ ഉള്ള ബോർഡ് കാണാം ഹൈവേയിൽ. നല്ല ഹൈവേ ആണ്, അടിപൊളി റോഡാണ്. ഇതാണ് പതഞ്ജലി യോഗപീഠ്, ആയുർവേദ ഹോസ്പിറ്റലും അതുപോലെ പതഞ്ജലി യൂണിവേഴ്സിറ്റിയും ഇവിടെ നിന്ന് കാണാം. പോകുന്ന വഴി റോഡ് സൈഡിൽ തന്നെ ധാരാളം ഘാട്ടുകൾ കാണാം. ഇവിടേക്കായിരുന്നു 2021 കുംഭമേള കഴിഞ്ഞത്. ഇപ്പോൾ പ്രയാഗ്രാജിലാണല്ലോ കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നല്ല കാഴ്ച തന്നെയാണ് കേട്ടോ. കാരണം നിരവധി ഒരു സൈഡിൽ മൊത്തം ഇതുപോലെയുള്ള ഘാട്ടുകളാണ്. അതിൻ്റെ മുന്നിൽ തന്നെയാണ് നദി. നദിയിൽ അത്ര വെള്ളമില്ല, കുറേ അങ്ങ് ചെല്ല് കഴിയുമ്പോൾ നല്ല വെള്ളമുള്ള ഏരിയ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇവിടെ ഇരുന്ന് ആരതി ഇടാൻ പറ്റുന്ന സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ആരതി എല്ലാം നടക്കുന്നത് ഈവനിങ് സമയത്താണ്. അതിവിടെ നമ്മൾ ഹരിദ്വാറിൽ നമ്മൾ ഉച്ച സമയത്താണ് പാസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല. നേരെ ഋഷികേശിലേക്ക് വിട്ടുപോവുക ചെയ്തത്. ഒരു 25 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾ ബൈക്ക്. ഇത് ഞങ്ങൾ ഫുൾ ഈ ബൈക്കിലായിരുന്നു കറങ്ങിയിരുന്നത്. ഡെറാഡൂണിൽ നിന്നാണ് ഞങ്ങൾ ഈ ബൈക്ക് റെൻറ്റിനെടുത്തത്. ഡെറാഡൂൺ, മുസൂറി, ഹരിദ്വാർ, ഋഷികേശ് ഈ 4 സ്ഥലവും ഞങ്ങൾ ഈ ബൈക്കിൽ തന്നെയാണ് കറങ്ങിയത്. സോങ് റിവറാണിത്. സോങ് റിവറും കഴിഞ്ഞ് രാജാജി ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെ വേണം പോകാനായിട്ട്. ഋഷികേശ് എത്തി. ടുക് ടുക് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ ഇലക്ട്രിക് ഓട്ടോയാണ് ഇവിടെ കൂടുതലായിട്ട് ഓടുന്നത്. ഇതാണ് ജാനകി ചൂല, പുതിയതായിട്ട് പണിത പാലമാണ്. രാംചൂല, ലക്ഷ്മൺ ചൂല 2 പാലങ്ങളാണ് ഋഷികേശിൽ ഫേമസ് ആയിട്ടുള്ളത്. ഇത് പുതുതായിട്ട് പണിതാണെന്നാണ് പറഞ്ഞത്. ലക്ഷ്മൺ ചൂലയിൽ എന്തോ റിപ്പയറിംഗ് വർക്കാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഗംഗാ നദിയാണ് താഴേക്കൂടെ ഒഴുകുന്നത്. ഈ തൂക്കുപാലത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചോ? നടുക്ക് നമുക്ക് നടക്കാനുള്ള വഴിയാണ്. ഇടതുവശത്ത് ചെറിയൊരു ട്രാക്ക് ഉണ്ട്, അത് ബൈക്കിന് അങ്ങോട്ട് പോകാനുള്ള ട്രാക്കാണ്. വലതുവശത്തെ ട്രാക്ക് കൂടെ ബൈക്കിന് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഈ ഗംഗാ നദിൻ്റെ സൈഡിൽ ഒരുപാട് ആളുകൾ, മരിച്ച ആളുകളെ നിരനിരയായിട്ട് ദഹിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഈ ചിതകൾ ഇങ്ങനെ നിരത്തി ഒരുപാടെണ്ണുണ്ട്. ഇവരുടെ ബന്ധുക്കളും അവരുടെ ദൂരദേശത്തു നിന്നുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ട് അവിടെ എല്ലാം ദഹിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മടങ്ങുന്നത്. നമ്മൾ കണ്ടപ്പോൾ തന്നെ ഒരു 4 ചെത അവിടെ ഒരേ സമയം ദഹിപ്പിക്കുന്നുണ്ട്. आत्मा के जैसा वो बच जाता है, उसको फिर कपड़े पे बांध के उसको नदी में विसर्जन करते हैं. ओके ओके. लास्ट में हाँ हाँ पूरा जलने के बाद. हाँ 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 हाँ. ഈ ഗംഗാ റിവർ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മൾ ഋഷികേശിൻ്റെ മുകൾ ഭാഗത്താണ് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളത്. റിവർ റാഫ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ് അവിടെ. ബഞ്ചി ജമ്പിങ്, റിവർ റാഫ്റ്റിംഗ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ ഈ ഏരിയയിൽ. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ അടുത്ത എപ്പിസോഡിലാണ് കാണുന്നത്. ഇത് ഗംഗയുടെ വേറൊരു വ്യൂ ആണ്. നമ്മൾ ബഞ്ചി ജമ്പിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ആരതി കാണാൻ വേണ്ടി താഴോട്ട് ഇറങ്ങി വരുന്നൊരു സീനാണ്. ഇവിടെ നിന്നൊരു ഓവറോൾ വ്യൂ കിട്ടും ഈ ഗംഗാ റിവറിൻ്റെ. ഈ ഗംഗയുടെ ചുറ്റുഭാഗത്തും 2 ഭാഗത്തുമായിട്ട് ഒരുപാട് ടെമ്പിൾസ് ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ്. നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾ ഗംഗ ആരതി കാണാൻ പോവാണ്. വൈകുന്നേരം 6:30-7:30 സമയത്താണ് ഇത് തുടങ്ങുന്നത്. ഈ സൈഡിലല്ല, ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങൾ ഇത് റിവർ ക്രോസ് ചെയ്യണം. മുകളിൽ കൂടെ ഈ ഒരു പാലം വഴി ക്രോസ് ചെയ്യണം. ബൈക്ക് ഉണ്ടെങ്കിൽ വളരെ സുഖമാണ്. ഈ ബൈക്കിന് മാത്രമേ ഇതിൽ കൂടെ ഈ പാലത്തിൽ കൂടെ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ലോക്കലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും നല്ലത് അവിടെ എത്തിയിട്ട് ഒരു റെൻ്റ് സ്കൂട്ടർ എടുക്കുന്നതാണ്. അപ്പോൾ നല്ല നമുക്ക് ഇതുപോലുള്ള കുറേ ഊടുവഴി കൂടെ പോയിട്ട് വേണം ഇത് ഈ ആരതി നടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ. അല്ലെങ്കിൽ നമ്മൾ കുറേ നടക്കേണ്ടതായിട്ട് വരും. റിവർ ക്രോസ് ചെയ്തതിനു ശേഷം നമ്മൾ ആരതി നടക്കുന്ന ഘാട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്.
പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ വഴികളാണ്. വഴിയുടെ ഇരുവശവും കുറേ സന്യാസിമാരുണ്ടാവും, അതുപോലെ കുറേ ആളുകൾ സെയിൽസ്, പല പൂജാ കർമ്മങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പലതരത്തിലുള്ള എക്സ്പീരിയൻസാണ് അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഒരുപാട് ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്നത്. പക്ഷേ നമുക്ക് സ്കൂട്ടർ അതിൻ്റെ ഉള്ളിൽ കൂടെ കുത്തി കയറ്റി കൊണ്ടുപോകാൻ പറ്റും. അവിടെ പാർക്ക് ചെയ്യാനും ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, വിദേശികൾ ഉൾപ്പെടെ ആളുകൾ അവിടെ വരുന്നുണ്ട്, പലതരത്തിലുള്ള ആളുകൾ അവിടെ വരും. അപ്പോൾ ഈ യാത്ര നല്ലൊരു രസകരമായ അനുഭവമാണ് ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ. പലതരത്തിലുള്ള പൂക്കളുണ്ട്. ആരതിയുടെ കംപ്ലീറ്റ് സെറ്റാണിത്. ഇതിനകത്ത് തീ കത്തിച്ചിട്ടാണ് ഈ ഗംഗയിൽ ഒഴുക്കുക. The cow ate the same food that the rest of the family ate. The cow was cared for in the same way that the family was cared for. And when the cow stopped giving milk, the cow was never harmed. किसी ने कभी उनकी गाड़ का गौ माता को कभी कोई नुकसान नहीं पहुंचाया. जब भी बूढ़ा होता था, nobody ever killed the cow because she stopped giving milk. लेकिन दुर्भाग्य से आजकल दूध भी ज़्यादा से ज़्यादा जगह एक इंडस्ट्री बन गई, बिजनेस बन गई. और अपना गौ माता, रोज हम कहते हैं आरती के बाद गौ माता की जय. ഓരോരോ നാട്ടിലെത്തി അവിടുത്തെ ആചാരങ്ങളെ. ഉത്തരാഖണ്ഡിൽ ഇത് മാത്രമല്ല, നമ്മളിങ്ങനെ റോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഗോമാതാ കി ജയ്, ഗോമാതാ കി ജയ് എന്ന് പറഞ്ഞാണ് വിളിച്ച് മുദ്രാവാക്യമൊക്കെ വിളിച്ച് പോകുന്ന ആളുകളൊക്കെ കാണാൻ പറ്റും. हाथ जोड़ करके गंगा जी से प्रार्थना करेंगे. देवासानी निर्माण की रवान्य हर्षकंद पूर्वे सत्या हर्षन देवा राजाधिराजाय प्रसयशारणे नमो अम्बे सुनाय कुर्वे श्री कामाय कामकानाय विजय कामे श्रोभे सुमोदनाथ कवीराय विष्णुनाय महाराज परमेश्वरी पुष्पांजलि समर्पयामि. बोले गंगे महाराज